ഹലോ, വെൽക്കം ടു സൂത്തിങ്കർ. സയൻസ് പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മനുഷ്യൻ പരിണമിച്ചത് കുരങ്ങിൽ നിന്നാണെന്ന്. അത് ശരിയാണോ? എന്താണ് കുരങ്ങ് അല്ലെങ്കിൽ മറ്റ് പ്രൈമേറ്റ്സുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം? നമുക്കത് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇതിൻ്റെ അകത്ത് ഏകദേശം കൃത്യമായിട്ടൊരു ബ്രാഞ്ചിങ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു അവയർനെസ് വഴിയായിട്ട് കേൾക്കുന്നുണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല, പക്ഷേ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് കുരങ്ങും മനുഷ്യനും പരിണമിച്ചതെന്നത്. അതിൻ്റെ വസ്തുത എന്താണെന്ന് നോക്കാം. സയൻസ് പറയുന്നതനുസരിച്ച് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, കുരങ്ങിനോട് സാമ്യമുള്ള എന്നാൽ നാലുകാലിൽ നടക്കുന്ന രീതിയിലുള്ള മരത്തിലും നിരത്തുമായി ജീവിക്കുന്ന ഒരു കോമൺ ആൻസിസ്റ്റർ. കൃത്യമായിട്ട് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയില്ല, എങ്കിലും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഏകദേശം 25 തൊട്ട് 30 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് മരത്തിൽ ജീവിച്ചിരുന്നവരും താഴെ ഇറങ്ങി മരത്തിലുമായിട്ട് ജീവിച്ചിരുന്നവരുമായിട്ടുള്ള വ്യത്യാസം സംഭവിച്ചു. ആ മരത്തിൽ ജീവിച്ചിരുന്നവർ പൂർണ്ണമായിട്ട് മങ്കീസ്, നമുക്കിപ്പോൾ കാണുന്ന കുരങ്ങന്മാരെന്നുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പിക്ചറിൽ കാണാൻ റീസസ് മക്കാക്ക, അതുപോലെ തന്നെ ലാങ്കർ ഒക്കെ പോലുള്ള സ്പീഷീസുകളായി മാറുകയാണ് ചെയ്തത്. നമ്മൾ കോമൺ ആയിട്ട് കുരങ്ങന്മാരെന്ന് പറയുന്ന വർഗ്ഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത്രയും വർഷം മുമ്പ് സംഭവിച്ചൊരു വ്യത്യാസമാണ്, ഒരു വ്യതിയാനമാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിങ് ആണത്. ആ ബ്രാഞ്ചിങ് വഴി ആ കുരങ്ങന്മാരുടെ അല്ല മങ്കീസിൻ്റെ ആ ഒരു കംപ്ലീറ്റ്ലി ബ്രാഞ്ച് വേറെ വഴിക്ക് പോയി. അവർ മനുഷ്യനുമായിട്ട് പിന്നീട് ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. അവർ വേറെ രീതിയിൽ ഡെവലപ്പായി പരിണാമം സംഭവിച്ചു. മനുഷ്യൻ്റെ ലീനേജ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബ്രാഞ്ചിങ് വരുന്നത് വേറെ രീതിയിലാണ്. അവിടെ നമുക്ക് എയ്പ്സ്, ഹ്യൂമൻ. ഇതിനകത്ത് പിക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഏർലി എയ്പ്പ് ആൻസിസ്റ്റർ ആയിട്ടുള്ള ഡ്രയോപിത്തക്കസ്, നമുക്കറിയാവുന്ന ഒരു കോമൺ ആൻസിസ്റ്റർ. ഡ്രയോപിത്തക്കസിൻ്റെ രീതികൾ മരത്തിൽ ജീവിക്കുന്നവരായിരുന്നു. എങ്കിലും അവരിൽ ആദ്യം വന്ന ബ്രാഞ്ചിങ് ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ഒറാങ്ങുട്ടാൻസ്. ആ പിക്ചറിൽ കാണാൻ കൃത്യമായിട്ട് ഒറാങ്ങുട്ടാൻസ് പോലുള്ള ജീവികൾ. കുരങ്ങന്മാരുടെ രീതികൾ തന്നെയാണ്, എങ്കിലും മനുഷ്യനെ പോലെ നാലുകാലിൽ നടക്കുന്നുവെങ്കിലും നിവർന്ന് നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന രീതിയിലുള്ള ജീവികളാണ് ഒറാങ്ങുട്ടാൻസ്. അവരുടെ ലീനേജിൻ്റെ ആദ്യ ഭാഗത്താണ് റാമപിത്തക്കസ് പോലുള്ള ജീവികളൊക്കെ വരുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ +2 പഠിക്കുന്ന കുട്ടികൾ റാമപിത്തക്കസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ വരുന്നത് ഈ ഫസ്റ്റ് ഡിവിഷൻ, അതായത് ഡ്രയോപിത്തക്കസിൻ്റെ അവിടെ ബ്രാഞ്ചിങ് നിങ്ങൾക്ക് കാണാം. ആ ബ്രാഞ്ചിങ് വഴി ഒറാങ്ങുട്ടാൻസിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ആദ്യ ഭാഗത്താണ് റാമപിത്തക്കസ് ഒക്കെ വരുന്നത്. അങ്ങനെ ഡിവൈഡ് ആയിപ്പോയി ഒറാങ്ങുട്ടാൻസ് അല്ലാതെ ബാക്കിയുള്ള ജീവികളെല്ലാം വീണ്ടും ഡെവലപ്പായി വരുന്നു. ബാക്കിയുള്ള ജീവിയുടെ ലീനേജ് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പല ബ്രാഞ്ചിങ് സംഭവിച്ചിട്ടുണ്ടാകാം, നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഫോസിൽസ് കിട്ടാത്തതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരുപാട് സ്പീഷീസുകൾ ഉണ്ടായിട്ടുണ്ടാകാം. കിട്ടിയതനുസരിച്ച് നമുക്കറിയാവുന്നത് അടുത്ത ബ്രാഞ്ചിങ് സംഭവിക്കുന്നത് ഗൊറില്ലാസിൻ്റെ ആണ്. അവിടെ നിന്നുള്ള ഡീവിയേഷൻ, അതായത് ഒറാങ്ങുട്ടാൻസിൻ്റെ ഡീവിയേഷൻ കഴിഞ്ഞ് പിന്നീട് വന്നൊരു ഡീവിയേഷനാണ് ഗൊറില്ല. അല്ലാതെ ഒറാങ്ങുട്ടാൻസും ഗൊറില്ലയൊക്കെ ഒരുമിച്ച് ഒരേ ബ്രാഞ്ചിൽ ഡെവലപ്പായവരല്ല. ആ ഒരു തെറ്റിദ്ധാരണ നമുക്കിവിടെ മാറ്റാം. അത് കഴിഞ്ഞ് വീണ്ടും മുമ്പിലേക്ക് വരുവാണ്. ഗൊറില്ലാസിൻ്റെ ബ്രാഞ്ചിലല്ല ചിമ്പാൻസി വരുന്നത്. കുറേ കഴിഞ്ഞ് വരുന്ന വേറൊരു പുതിയ ബ്രാഞ്ചിങ് ആണ് ചിമ്പാൻസികളുടെ ബ്രാഞ്ചിങ്. കുരങ്ങന്മാരുടെ രീതികളുള്ള ചിമ്പാൻസി പോലുള്ള എയ്പ്സ് എല്ലാം വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ മനുഷ്യൻ രീതിയിലുള്ള ഹ്യൂമൻ ലൈനാണ് അവിടെ ഡെവലപ്പായി വരുന്നത്. ഒന്ന് ആസ്ട്രലോപിത്തക്കസ്, അവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്പീഷീസുകൾ വരുന്നുണ്ട്. പിന്നെ ഹോമോ ഹാബിലസ്, അപ്പോഴത്തേക്കും ഹോമോ എന്നുള്ളൊരു ജീനസിലേക്ക് കയറി. പിന്നെ കുറേ സ്പീഷീസുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹോമോ ഇറക്റ്റസ് വരുന്നു. പിന്നെ ഹോമോ നിയാൻഡർതാൽസ് വരുന്നു. ഫൈനലി ഹോമോ സാപ്പിയൻസിലേക്ക് വരുന്നു. ഇതാണ് ആദ്യ ഭാഗത്ത് പറയാനുള്ളത്.